അഞ്ജു, നീ എന്താ ഈ സമയത്ത് ഇവിടെ? നിങ്ങൾ ഡൽഹി പോയിട്ട് എന്താ ഇവിടെ? അത് വലിയൊരു കഥയാ അല്ലേ? ഇത് രാമൂർത്തി, അത് മിസ്സിസ് രാമൂർത്തി, എന്റെ ഫ്രണ്ടാ രാമൂർത്തി. മിസ്സിസ് രാമൂർത്തിയുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ ഡൽഹിയിൽ നിന്ന് കേരളത്തിൽ എത്തിയപ്പോഴാ അവരെന്നെ കണ്ടുപിട്ടണേ എയർപോർട്ടില്. പിന്നെ പുള്ളിക്ക് എന്നോട് കുറച്ച് ബിസിനസ് കാര്യങ്ങൾ സംസാരിക്കേണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു നമ്മുടെ ഫാം ഹൗസിലേക്ക് പോന്നോട്ടേന്ന് അല്ലേ. ഇവനാ നമുക്ക് ഡൽഹി ചെല്ലുമ്പോ എല്ലാം സഹായം ചെയ്തു തരട്ടെ. അന്ന് സാരിയൊക്കെ വാങ്ങി കൊടുത്തു വിട്ടില്ലേ. ഫ്രണ്ട്ഷിപ്പ് അല്ല വലുത്, ഒരു സെമിനാർ. നിങ്ങൾ എയർപോർട്ടിൽ ചെക്ക് ഇൻ ചെയ്തു എന്ന് പറഞ്ഞല്ലോ എനിക്ക് മെസ്സേജ് അയച്ചത്. എയർപോർട്ടിൽ അറൈവൽ ആൻഡ് ഡിപ്പാർച്ചർ രണ്ട് സൈഡിലല്ലേ, പിന്നെ എങ്ങനെ ഇവരെ കണ്ടേ? അതാണ് രസം. ഞാൻ നിന്നെ ചെക്ക് ഇൻ ചെയ്തു എന്ന് വിളിച്ച് പറഞ്ഞതിന് ശേഷം ഫ്ലൈറ്റ് മോഡിലേക്ക് ആക്കാൻ തുടങ്ങുകയായിരുന്നു. അപ്പോഴാണ് രാമൂർത്തിനെ വിളിച്ചേക്കാം എന്നൊരാഗ്രഹം. വിളിച്ചപ്പോ പുള്ളിക്ക് അവിടെ കുറെ ലക്ഷറി കാറും ഒരു മലയാളി ഡ്രൈവറും ഉണ്ട് അല്ലേ. പേരെന്തായിരുന്നു, ഞാൻ മറന്നുപോയല്ലോ ഡ്രൈവറുടെ. മലയാളി ഡ്രൈവറുടെ പേരാണത്. സുഖി പേര്, ഞങ്ങള് കളിയാക്കി വിളിക്കുന്നത് സുഖേന്ദ്ര സിംഗ് അല്ലേ. അങ്ങനെ സുഖം വേണോ ലക്ഷറി കാറ് വേണോ എന്ന കൺഫ്യൂഷനിലിരിക്കുമ്പോഴാണ് ഞാൻ ഈ മുറിച്ചാറെ വെറുതെ ഒന്ന് വിളിച്ചത്. വാട്ട് എ കോഇൻസിഡൻസ്. They are here, landed. പിന്നെ നോക്കിയില്ല, ഫ്ലൈറ്റിൽ നിന്ന് പുറത്തിറങ്ങി, pick them and arranged all, brought them here. മിസ്സസ് രാമൂർത്തിയുടെ പേര് പറഞ്ഞില്ല. ലീലാമണി. മണി. ലീലാമണി രാമമൂർത്തി. രാമൂർത്തി, ലീലാമണി രാമൂർത്തി. എന്തൊരു ചേർച്ച. ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോ ആദ്യമായിട്ട് ഇഷ്ടപ്പെട്ട പെൺകുട്ടിയാ ലീലാമണി. നിങ്ങളിങ്ങനെ ഒരു ഫ്രണ്ടിനെയും ഫാമിലിയെയും കുറിച്ച് ഇതുവരെ എൻ്റെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. എങ്ങനെ പറയുന്നതിനോട്? നീ വേറെ ലോകത്തല്ലേ ജീവിക്കുന്നേ. ക്ലബ്ബ്, പാർട്ടി, നിനക്ക് ഇതിനൊക്കെ സമയം വേണ്ടേ? നിങ്ങൾക്ക് എപ്പോഴും പൊളിറ്റിക്സ് മാത്രമേ വിഷയമുള്ളൂ. എനിക്കതൊരു മണ്ണാൻ കട്ടേ മനസ്സിലാവൂല. അത് മാത്രമല്ല എൻ്റെ അടുത്ത് പറയരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. രാമൂർത്തി ഡൽഹി രാഷ്ട്രീയത്തിലെ വമ്പൻ സ്രാവാണ്. അങ്ങനെയാണ് ഞങ്ങൾ തമ്മിലുള്ള പരിചയം അല്ലേ. ഡൽഹി രാഷ്ട്രീയത്തിൽ കേട്ടുകേൾവി പോലും ഇല്ലാത്ത the political kingmaker. He is the one who can connect all the dotted lines of political landscapes of Delhi. ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങൾക്കും ഉത്തരം കൊടുത്തത് മോസ്റ്റ് ഡൈനാമിക്, അമേസിംഗ്, ഹാർഡ് വർക്കിംഗ്, ഇൻറ്റ്യൂറ്റീവ് പവർ. രാമൂർത്തിയുടെ അച്ഛനും ഒരു കിങ് മേക്കർ ആയിരുന്നു, കൃഷ്ണമൂർത്തി. കേട്ടിട്ടില്ലേ? ചെറിയൊരു സാമ്യമുണ്ട്. കൃഷ്ണൻകുട്ടിന്നാ, ചെറുപ്പത്തിലേ മരിച്ചുപോയി. ഗാന്ധിജിയോടൊപ്പം തോളോട് തോൾ ചേർന്ന് രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടുന്ന മഹാന്മാരിൽ ഒരാൾ. ഉപ്പു സത്യാഗ്രഹത്തിൽ വരെ പങ്കെടുത്ത അദ്ദേഹത്തെ ഒരിക്കലും ഉപ്പ് വാങ്ങാത്തതിന്റെ പേരിൽ ഭാര്യ തലക്കടിച്ച് കൊന്നു. ഇല്ലടോ തന്റെ അമ്മ. എന്നിട്ട് ഇപ്പോഴും പെൻഷൻ വാങ്ങി ജീവിക്കുന്നില്ലേ, ഒരു നാണവും മാനവും ഇല്ലാതെ. ഇതെന്താ മൊത്തം നനഞ്ഞിരിക്കുന്നേ? എന്നോടാണ്. എന്താ ഇദ്ദേഹം മൊത്തം നനഞ്ഞിരിക്കുന്നേന്ന്? ഓ, അത് വേറൊരു വലിയ ആരും അറിയാത്ത കഥ. ഞാൻ ദാഹിച്ചപ്പോ കുറച്ച് വെള്ളം കുടിച്ചാണ്, അപ്പൊ കുറച്ച് വേഗത്ത് വീണ്. അപ്പൊ ഇങ്ങനെ മൊത്തം നനയോ? സ്വിമ്മിംഗ് പൂളിന്റെ അടുത്ത് നിന്ന് കുടിച്ചതാ. വെള്ളം ദേഹത്ത് വീണപ്പം അറിയാതെ കാൽ തന്നെ പൊളി വീണതാ അല്ലേ ചേട്ടാ? How pathetic ല്ലേ? അല്ല, നീ എന്താ ഇവിടെ ഈ സമയത്ത്? നിങ്ങളിവിടെ ഉണ്ടാവുന്ന എന്റെ 6th സെൻസ് എന്നോട് പറഞ്ഞു. ഹസ്ബൻഡ് ആൻഡ് വൈഫ് വിത്ത് 6th സെൻസ്. അമേസിംഗ്. 6th സെൻസ് അത്ര ശരിയല്ലല്ലോ. ഇത് ആരുടെ പദ്യ? രാമൂർത്തി. എന്റെ മിസ്സസ് രാമമൂർത്തിയുടെ പേര് ലീലാമണി എന്നെങ്ങാണ്ടല്ലേ?
ശ്രദ്ധ. ഇത് സ്കൂളിലും ഒഫീഷ്യലായിട്ടും SLC സർട്ടിഫിക്കറ്റിലൊക്കെ എങ്ങനെയായിരിക്കുമല്ലോ പേര് ലീലാമണിന്ന്. ഇത് വീട്ടിൽ വിളിക്കുന്നതായിരിക്കും അല്ലേ? ലൈക്ക് എവരിവൺ ഹാവ് നോ. എന്നായിരുന്നു ബർത്ത്ഡേ? എന്നാ ബർത്ത്ഡേ ശരിക്കും? ആഘോഷമൊക്കെ കഴിഞ്ഞോ? നാളെ എന്ന് വെച്ചാ ഇന്ന് രാത്രി 12 മണി കഴിഞ്ഞാൽ നാളെ ആവുമല്ലോ. ഒന്നും അറിയാത്ത പോലെ. എങ്കിൽ പിന്നെ പോയി ഡ്രസ് ഒന്ന് മാറ്റിയിട്ട് വരാറുന്നല്ലോ. ഞാൻ ഡ്രസ് മാറ്റിയിട്ട് വരും. നനഞ്ഞിരിക്കല്ലേ? ആ വലിയ ഉപകാരം സാറേ. ഞാൻ ഉള്ളല്ലേ ഡ്രസ് മാറ്റുന്ന സ്ഥലം. നടക്ക്. മൂർത്തിയുടെ ഒരു കാര്യം. നടക്ക്. നെറ്റ്വർക്കും അതെടുക്കരുത്, അതെടുക്കരുത്. മൂർത്തി സാറിനുള്ള കോളായിരിക്കും ഡൽഹിന്ന്. അതെടുക്കരുത്. ഹലോ ഹലോ സാറേ, എന്റെ ഭർത്താവ് പോന്നോ? ഡൽഹിന്നോ? ഹലോ ഡൽഹിന്നോ? എന്താ അവിടെ ഉണ്ടായേ? അവിടെ ഇടൂ. നിങ്ങൾ ഇന്ന് കുടിച്ച് ഫിറ്റ് ആയിരിക്കാണോ? ഇച്ചിരി പോന്നില്ലേ? പോന്നു കഴിഞ്ഞാൽ എനിക്ക് ഫോൺ എടുക്കാൻ പറ്റുമോ? എന്റെ വിട്ടില്ല അവര്. ഞാൻ അങ്ങോട്ട് വരാം. വേണ്ട കുഞ്ഞ്, എല്ലാം പറഞ്ഞ് കോംപ്രമൈസ് ആക്കിയിട്ടുണ്ട്. പിന്നെ പൈസ കിട്ടി. ആണോ? ഞാൻ അങ്ങോട്ട് വരാൻ നിക്കുവായിരുന്നു. ഇനി ഓട്ടോക്കാരൻ സതീഷേട്ടനോട് എന്തോ പറയും? ഒന്നും പറയണ്ട. എപ്പോ വരും? അത് പറയാൻ പറ്റില്ല. ചിലപ്പോ ഇന്ന് വരാനും പറ്റൂല. അതെന്താ? എന്തോ കള്ളക്കളി ഉണ്ട്. എന്ത് കള്ളക്കളി? ഞാൻ എല്ലാം ഒന്ന് നോക്കട്ടെ, എന്നിട്ടേ വന്നിട്ട് ബാക്കി പറയാം കേട്ടോ. ഓക്കേ, അപ്പൊ പൊന്ന് ഫോൺ വെച്ചോ, ഇനി വിളിക്കണ്ട കേട്ടോ. എന്നാ ഒരു ഉമ്മതാ. ഉമ്മ, ഐ ലവ് യു. ആരായിരുന്നു? അത് ഭാര്യ. ചേട്ടന്റെ ഭാര്യ. ചേട്ടന്റെ ഭാര്യക്ക് ഉമ്മ കൊടുത്തത് ചേട്ടന്റെ ഭാര്യയുടെ കുഞ്ഞിനാണ്. എല്ലാരും ഒരു ഫാമിലി ആണല്ലോ. ചേട്ടൻ എന്റെ ഭാര്യയുടെ കുഞ്ഞിന് ഉമ്മ കൊടുക്കും. ഇനി സംസാരിച്ചു കേട്ടാ. നനഞ്ഞ ഡ്രസ്സൊക്കെ മാറിയ പനി പിടിച്ച് കേക്ക് മുറിക്കട്ടെ നമുക്ക്. ഹാപ്പി ബർത്ത്ഡേ. എന്തോ കുഴപ്പമുണ്ട്. മൊത്തം നുണയാണല്ലോ പറയണേ. സതീഷേട്ടാ, ഓ 1 മണിക്കൂറിനുള്ളിൽ ചേട്ടനെ കണ്ടില്ലെങ്കിൽ നമുക്കൊരു ഇടം വരെ പോണ്ടി വരും. ശരി, വിളിച്ചാ മതി. ആ ശരി. ഹലോ, നിങ്ങൾ എന്ത് ഇന്റലിജൻസ് ഓഫീസറാണ്? എന്റെ ഹസ്ബൻഡ് എവിടെ പോയെന്ന് പറഞ്ഞേ? ഡൽഹി. ആ ചുമന്ന ഓടിക്കാർ 8 മണിക്ക് എയർപോർട്ടിലേക്ക് കയറി. എയർ ഇന്ത്യ കൊച്ചി ടു ഡൽഹി 513 ഫ്ലൈറ്റ് 9 മണിക്ക് ടേക്ക് ഓഫും ചെയ്തു. എല്ലാം കറക്റ്റ് ആണല്ലോ. പിന്നെ എങ്ങനെയാണ് എന്റെ ഭർത്താവ് എന്റെ ഫാം ഹൗസിൽ നിൽക്കുന്നേ? പുള്ളിക്കാരൻ ഒരിടത്തും പോയിട്ടില്ല. ഇത് യുവർ ഓൺലി. നോ, ഇറ്റ്സ് ഇംപോസിബിൾ. യു ആർ എ സ്റ്റുപ്പിഡ് ഇഡിയറ്റ്. നിങ്ങൾ പ്രേമിക്കാൻ വന്ന എന്നെ വേണം ആദ്യം തല്ലാൻ. ഡോ, വണ്ടി ഒന്ന് നിർത്തിക്കേ.